G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിലെ പുരാതനവും അതീവ പ്രാധാന്യമേറിയതുമായ അനേകം ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഇന്നും നമ്മളിൽ പലർക്കും അപരിചിതമാണ്. അത്തരം ദൈവീക ഇടങ്ങളിലെ ചരിത്രവും ഐതിഹ്യവും വിശ്വാസങ്ങളും ലളിതമായി നിങ്ങളിൽ എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോ. എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. എറണാകുളം ജില്ലയിലെ ചെറായിക്കടുത്ത് പള്ളിപ്പുറത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ ശ്രീ വരാഹ ക്ഷേത്രം. ശ്രീ വരാഹമൂർത്തിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. ദക്ഷിണേന്ത്യയിലെ അപൂർവമായ സമ്പൂർണ്ണ വരാഹ ക്ഷേത്രം എന്ന നിലയിൽ പ്രശസ്തമാണ്. ദക്ഷിണേന്ത്യയിലെ നാഗര ശൈലിയിലുള്ള സമ്പൂർണ്ണ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ വരാഹമൂർത്തി ക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ 7 ദേവതകളും ഒരുമിച്ച് ആരാധിക്കപ്പെടുന്ന ഏക ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ ചരിത്രം ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ചരിത്രത്തോടും അവരുടെ പാലായനത്തോടും അതീവമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യങ്ങൾ പ്രകാരം കാശ്മീരിലെ സരസ്വതി നദീതീരത്ത് താമസിച്ചിരുന്ന ദദ്ദിജി മഹർഷിയുടെ മകൻ സരസ്വത മഹർഷിയുടെ പിൻഗാമിയായിരുന്നു സാരസ്വത ബ്രാഹ്മണർ. സ്കന്ദപുരാണം പറയുന്നത് പോലെ പരശുരാമൻ അവിടെ നിന്ന് 66 കുടുംബാംഗങ്ങളെ കോവിലേക്ക് കൊണ്ടുവന്ന് കൊങ്കൺ പ്രദേശത്ത് താമസിപ്പിച്ചു. കാലക്രമേണ ഈ സമൂഹം നിരവധി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. 1294 അലാവുദ്ദീൻ ഖിൽജി, 1357 മുഹമ്മദ് ഗസ്നി, 1498 ബീജാപ്പൂർ സുൽത്താൻ, ഒടുവിൽ 1559 പോർച്ചുഗീസ് രാജാവായ തേവോ മൂന്നാമൻ ഗോവയിൽ നിന്ന് അവരെ പുറത്താക്കാൻ ഉത്തരവിട്ടു. ഈ പാലായന കാലത്ത് പല കുടുംബങ്ങളും അവരുടെ കുലദേവതകളെയും ഒപ്പം കൊണ്ടുപോയി. കസ്തൂരി എന്ന കുടുംബനാമമുള്ള ഒരു കുടുംബം ചെറായിക്ക് സമീപമുള്ള അഴീക്കൽ എത്തി. അവരുടെ കുലദേവതകളായ വരാഹമൂർത്തി, ദേവകി, കൃഷ്ണമൂർത്തി എന്നിവർക്കായി അവിടെ ക്ഷേത്രം സ്ഥാപിച്ചു. 1565 അഴീക്കൽ ശ്രീ വരാഹ പ്രതിഷ്ഠ നടന്നത്. ക്ഷേത്രം ഒരു ആരാധനാലയമെന്നതിലുപരി സമൂഹത്തിൻ്റെ മതപരവും സാംസ്കാരികവും സൗന്ദര്യാത്മകവുമായ ജീവിതത്തിൻ്റെ കേന്ദ്രവുമാണ്. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ പ്രത്യേക സംസ്കാരം, സ്വത്വം, ആരാധനാ രീതി, ഭാഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ഈ ക്ഷേത്രം നിർണായക പങ്ക് വഹിക്കുന്നു. ക്ഷേത്രത്തിലെ അപൂർവമായ രഥം പ്രത്യേക റെയിലിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ക്ഷേത്ര വാസ്തുവിദ്യയിൽ അത്യന്തം ശ്രദ്ധേയമാണ്. 1909 ഈ രഥം പ്രധാന ദേവതകൾക്ക് സമർപ്പിക്കുകയും അതോടൊപ്പം രഥവീഥി നിർമ്മിക്കുകയും ചെയ്തു. ഇന്ന് പുനഃസ്ഥാപിച്ച ഈ ക്ഷേത്രം അഴീക്കൽ ശ്രീ വരാഹ ദേവസ്വമാണ് പരിപാലിക്കുന്നത്. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ 5 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ദൈവിക കേന്ദ്രം വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ജീവനുള്ള സാക്ഷ്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.